ഈയിടയ്ക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും മനോഹരമായ ഒരു വാട്സാപ്പ് മെസ്സേജ് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു 40-50 വയസ്സ് കഴിയുമ്പോൾ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും നിങ്ങൾ തിരസ്കരിക്കപ്പെട്ടേക്കാം. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എത്ര ശക്തനായിരുന്നു കഴിഞ്ഞാലും ഒരു ദിവസമെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ സാധാരണ ജീവിതം നയിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലിയുടെ ശ്രേഷ്ഠതയിലും അതിൻ്റെ വലിപ്പത്തെക്കുറിച്ചും ആരോടും വാചാലരാവരുത്. ഒരു ദിനം ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോവും. നിങ്ങളൊരു സാധാരണ വ്യക്തിയായിട്ട് മാറും. നിങ്ങൾ വലിയ സെലിബ്രിറ്റി ആയിരിക്കാം, വലിയ രാഷ്ട്രീയ നേതാവായിരിക്കാം, വലിയ ഉദ്യോഗസ്ഥരായിരിക്കാം. പക്ഷേ ഇതൊക്കെ ഒരു ദിവസം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവും. നിങ്ങളൊരു സാധാരണ മനുഷ്യനായി റിട്ടയർ ചെയ്യും. അതുകൊണ്ട് തന്നെ സ്വന്തം വലിപ്പത്തിലും സ്വന്തം ജോലിയിലും ഒരുപാട് അഹങ്കരിക്കരുത്, അർമാദിക്കരുത്. ഒരു 50-60 വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ പ്രമേഹം, ലിവർ രോഗം, കുറേ രോഗങ്ങൾ നിങ്ങളെ കീഴടക്കും. സ്വാഭാവികമായിട്ടും ഈ അസുഖങ്ങളൊക്കെ മൂലം സമൂഹത്തിൽ നിന്നൊക്കെ നിങ്ങൾ പതുക്കെ അകറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് വീട്ടിലേക്ക് ഒതുങ്ങിക്കൂടിയെന്നിരിക്കും. പണ്ട് ആനയായിരുന്നു, ചേനയായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഈ അഹംഭാവം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടും. ഈ 60-70 വയസ്സുകളിലൊക്കെ നമ്മൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുകയാണെങ്കിൽ ഒരു 70-80 ആകുമ്പോഴേക്കും കുടുംബത്തിൽ നിന്ന് തന്നെ നിങ്ങൾ ഒറ്റപ്പെട്ടു തുടങ്ങും. നിങ്ങൾക്ക് കൊച്ചുമക്കളും മക്കളുമൊക്കെ ഉണ്ടെങ്കിലും പതുക്കെ അവരവരുടെ ലോകത്തേക്ക് പോകും. നിങ്ങളും നിങ്ങളുടെ ഇണ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുമായിട്ടൊരു മുറിയിലേക്ക് നിങ്ങൾ ഒതുങ്ങേണ്ടി വരും. ഈ സമയത്ത് നിങ്ങൾക്ക് തോന്നും, ഭയങ്കര ഒറ്റപ്പെടൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. മക്കളിടയ്ക്ക് കാണാൻ വരുമ്പോൾ അവരുടെ ദേഷ്യമൊന്നും വേണ്ട, അതൊരു പ്രകസനമായിട്ട് കരുതൊന്നും വേണ്ട, അവരുടെ വാത്സല്യത്തിൻ്റെ പ്രകടനമായിട്ട് കണ്ടാൽ മതി എന്നാണ് ആ മെസ്സേജ് പറയുന്നത്. നമ്മൾ പണ്ട് ഈ കോളേജിലൊക്കെ പഠിച്ച കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. കോളേജിൽ പഠിച്ച ശേഷം ആദ്യത്തെ ഒരു വർഷം നമ്മൾ എല്ലാ ദിവസങ്ങളിലും മിക്ക ദിവസങ്ങളും നമ്മൾ കോളേജിലേക്ക് പോകും. നമുക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് അവിടെ, നമ്മുടെ ജൂനിയേഴ്സ്, അധ്യാപകർ. രണ്ടാമത്തെ വർഷം നമ്മുടെ പോക്കിന് കുറച്ചും കൂടെ ഒന്ന് കുറയും. ക്രമേണ നമ്മൾ ആ കോളേജിലേക്കോ സ്കൂളിലേക്കോ പോകാതെയാവും. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നവിടെ നമുക്ക് നമ്മുടെ കൂടെ പഠിച്ചവരോ നമുക്ക് പരിചയക്കാരോ കുറയും. വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളെ അറിയുന്ന അധ്യാപകർ തന്നെ ഇല്ലാതാവും. ആ കോളേജ് അവിടെ ഉണ്ടെങ്കിൽ ഒരു പുതിയ സ്ഥലവും പുതിയ സംഭവമാവും. അവിടെ ചെന്ന് നമുക്ക് നൊസ്റ്റാൾജിയൊക്കെ അടിച്ച് നിൽക്കാം. പക്ഷേ നമ്മളെ അറിയുന്ന ആരും അവിടെ ഉണ്ടാവുകയില്ല. അതിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാലം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഈ കോളേജിൽ നിങ്ങൾക്ക് മുന്നേ കുറേ പേര് പഠിച്ചിട്ടുണ്ട്, ഇനി കുറേ പേര് പഠിക്കാനുണ്ട്. ഇത് കണക്കാണ് ജോലി സ്ഥലത്തിൻ്റെ കാര്യവും. നിങ്ങൾ ജോലി ചെയ്ത സ്ഥലത്ത്, നിങ്ങൾ ഉദ്യോഗസ്ഥരായ സ്ഥലത്ത് പുതിയ ആൾക്കാർ വരും. നിങ്ങൾ താരമായിരുന്നിടത്ത് പുതിയ താരങ്ങൾ വരും. നിങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവായ സ്ഥലത്ത് പുതിയ നേതാക്കൾ വരും. അഹംഭാവം മാറ്റിവെച്ചുകൊണ്ട് നമുക്കുള്ള അവസ്ഥയിൽ സന്തോഷിക്കുക എന്ന് തന്നെയാണ് ഈ ഒരു മെസ്സേജ് തരുന്ന പാഠം. ഈ ഒരു മെസ്സേജ് പേഴ്സണലി എനിക്കും ഒരുപാട് നല്ല പാഠങ്ങൾ നൽകുന്നു. എനിക്ക് മനസ്സമാധാനം കിട്ടുവാൻ, എനിക്ക് സങ്കടം ഉണ്ടാകാതിരിക്കുവാൻ ഈ മെസ്സേജിനെ ഫോളോ ചെയ്യുവാൻ ഞാനും തീരുമാനിക്കുകയാണ്. നമ്മളൊക്കെ മാറാനുള്ളവരാണ്.